10/5/2022 बाबा कहते मीठे बच्चे, बाप आए हैं तुम्हें श्रेष्ठ मत देकर सदा के लिए सुखी शांत बनाने। उनकी मत पर चलो, रूहानी पढ़ाई पढ़ो और पढ़ाओ तो एवर हेल्ത്തി व्यक्ति बन जाएंगे. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ശ്രീമത് നൽകി സദാ കാലത്തേക്ക് സുഖിയും ശാന്തിയും നിറഞ്ഞവരാക്കി മാറ്റുന്നതിന് വേണ്ടി. അതുകൊണ്ട് ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കൂ, ആത്മീയമായ പഠിപ്പ് പഠിക്കൂ, പഠിപ്പിക്കൂ. അപ്പോൾ എവർ ഹെൽത്തിയും വെൽത്തിയും ആകാൻ കഴിയും. സദാ ആരോഗ്യപൂർണ്ണരും സദാ സമ്പന്നരുമായി മാറാൻ സാധിക്കും. അപ്പൊ ബാബ പറഞ്ഞത്, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ശ്രീമത്ത് നൽകി സദാ കാലത്തേക്ക് കുട്ടികളെ സുഖികളും ശാന്തി നിറഞ്ഞവരുമാക്കി മാറ്റുന്നതിന് വേണ്ടി. അതുകൊണ്ട് ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കൂ, ആത്മീയമായ പഠിപ്പ് പഠിക്കൂ. അപ്പോൾ നമുക്ക് സദാ ആരോഗ്യപൂർണ്ണരും സമ്പന്നരുമായി മാറുവാൻ സാധിക്കും. ചോദ്യം, कौन-सा चांस सारे कल्प में इस समय ही मिलता है जो मिस नहीं करना है? ഏതൊരു അവസരമാണ്, ചാൻസ് ആണ് മുഴുവൻ കൽപ്പത്തിലും ഈ സമയത്ത് മാത്രം ലഭിക്കുന്നത്, അത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ഏതൊരു ചാൻസ് ആണ്? ബാബ പറയുന്ന ഉത്തരം, रूहानी सेवा करने का चांस, मनुष्य को देवता बनाने का चांस अभी ही मिलता है. ആത്മീയ സേവനം ചെയ്യുവാനുള്ള അവസരം, മനുഷ്യനെ ദേവതയാക്കി മാറ്റുവാനുള്ള അവസരം ഇപ്പോൾ മാത്രമാണ് നമ്മൾ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഈ ചാൻസ് നമ്മൾ മിസ് ചെയ്യരുത്. ബാബ നൽകുന്ന ഈ അവസരം നമ്മൾ കുട്ടികള് മിസ് ചെയ്യാൻ പാടില്ല. रूहानी सर्विस में लग जाना, ആത്മീയ സേവനത്തിൽ മുഴുകണം. സർവീസബിൾ ബന്നായി, സർവീസബിൾ ആയിട്ട് മാറണം. അല്ലേ? ബാബയുടെ സേവനങ്ങൾ ചെയ്യുന്നവരും സേവാധാരിയുമായിട്ട് മാറണം. എപ്പോഴും ബാബയുടെ സേവനത്തിൽ മുഴുകുന്നവരായിട്ട് മാറണം. കാസ് കുമാരിയും കോ ഈശ്വരീയ ഗവൺമെന്റിക്ക് സേവ കർണി, പ്രത്യേകിച്ചും കുമാരിമാർ ഈശ്വരീയ ഗവൺമെന്റിന്റെ സേവനം ചെയ്യണം. മമ്മക്കോ പൂര ഫോളോ കർണ, മമ്മയെ പൂർണ്ണമായി ഫോളോ ചെയ്യണം. അഗർ കുമാരിയ ബാപ് കാ ബൻകർ जिस्मानी सर्विस ही करते रहे, कांडों को फूल बनाने की सर्विस नहीं करे, तो ये भी जैसे बाप का डिस्रिगार्ड है. മമ്മയെ പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യണം. ഇനി കുമാരിമാര് ബാബയുടെ കുട്ടികളായിട്ടും ഇപ്പോഴും പുറത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ, മുള്ളുകളെ പുഷ്പങ്ങളാക്കി മാറ്റുന്ന സേവനം ചെയ്യുന്നില്ല എങ്കിൽ അത് ബാബയോടുള്ള അനാദരവാണ്. അപ്പൊ ബാബ പറഞ്ഞത്, ആത്മീയ സേവനം ചെയ്യാനുള്ള അവസരം ഈ സമയത്ത് മാത്രമാണ് ലഭിക്കുന്നത്, മുഴുവൻ കൽപ്പത്തിലും ഇപ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. അത് മിസ് ചെയ്യരുത്. മനുഷ്യരെ ദേവതയാക്കി മാറ്റുന്ന ഈ അവസരം ഇപ്പോൾ മാത്രമേ ലഭിക്കുള്ളൂ. അല്ലെ? ഈ ചാൻസ് കുട്ടികള് മിസ് ചെയ്യരുത്. ആത്മീയ സേവനത്തിൽ മുഴുകണം. കുട്ടികള് സേവാധാരികളാകണം, സർവീസബിൾ ആകണം. അല്ലെ? ബാബ പറയാണ്, കുമാരിമാര് ഈശ്വരീയ ഗവൺമെന്റിന്റെ സേവനം ചെയ്യണം. അല്ലെ? മമ്മയെ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യണം. അല്ലെ? കുമാരിമാര് മമ്മയെ പൂർണ്ണമായും ഫോളോ ചെയ്യണം. കുമാരിയായിട്ട് ബാബയുടെ കുട്ടിയായിട്ട് പുറത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല, ഉള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്ന ആ സേവനത്തിൽ അല്ലെ സേവനം ചെയ്തില്ല എങ്കിൽ ബാബയോടുള്ള ഏറ്റവും വലിയ അനാദരവാണ്. ഗീതം, ഉണരൂ പ്രിയതമകളെ. ഓം ശാന്തി. സജിനിയോ കിസ്നെ സംജായ, പ്രിയതമകൾക്ക് ആരാണ് മനസ്സിലാക്കി തരുന്നത്? ഖൈദേഹി സാജൻ ആയ സജിനിക്ക്. അല്ലെ? പറയുന്നത് എന്താണ്? പ്രിയതമൻ വന്നിരിക്കുകയാണ് തന്റെ പ്രിയതമകൾക്ക് വേണ്ടി.
ഏക സാജൻ തോ ഇത്തിനി സജ്നിയ വണ്ടർഹന. ഒരു പ്രിയതമനും ഒരുപാട് പ്രിയതമകളും, ഇത്രയധികം പ്രിയതമകളും ഒരേ ഒരു പ്രിയതമനും. എത്ര വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. മനുഷ്യ തോ കഹത്തെ ഹേ കൃഷ്ണ കോ 16,108 സജ്നിയാ. മനുഷ്യര് പറയും കൃഷ്ണന് 16,108 പ്രിയതമകൾ ഉണ്ടായിരുന്നു. പരന്തു നഹി, ബാബ പറയാണ് കൃഷ്ണന് 16,108 പ്രിയതമകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ശിവബാബ കഹത്തെ ഹേ മുझे तो കരോടോ സജ്നിയാഹെ. ശിവബാബ പറയാണ് അതായത് കൃഷ്ണന് 16,108 പ്രിയതമകൾ ഉണ്ട് എന്ന് പറയുമ്പോ ഇവിടെ ശിവബാബ പറയാണ് എനിക്കാണെങ്കില് കോടിക്കണക്കിന് പ്രിയതമകളാണുള്ളത്. ബാബയ്ക്ക് കോടിക്കണക്കിന് പ്രിയതമകളാണുള്ളത്. എന്നിട്ട് കൃഷ്ണന്റെ മേലെ ആരോപിച്ചിരിക്കുകയാണ്. സബ് സജ്നിയോ കോ മൈ അപ്നെ സാത്ത് സ്വീറ്റ് ഹോം മേ ലേ ജാഊംഗാ. എന്റെ എല്ലാ പ്രിയതമകളെയും ഞാൻ എന്റെ കൂടെ മധുരമായ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. സജ്നിയാമ്പി സമസ്തേ ഹേ ഹംകോ ഫിർസെ ബാബ ലേ ജാനെ ആയി. പ്രിയതമകളും മനസ്സിലാക്കുന്നുണ്ട് വീണ്ടും ബാബ നമ്മൾ കുട്ടികളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നിരിക്കുകയാണ്. ജീവാത്മാ സജ്നി ഡരിന. നമ്മൾ എല്ലാ ജീവാത്മാക്കളും ബാബയുടെ പ്രിയതമകളാണ്. ദിൽമേ ഹി സാജൻ ആയാ ഹെ ഹംകോ ശ്രീമദ് ദേ ശൃംഗാർ കരാനെ കി. നമ്മുടെ ഹൃദയത്തിനുണ്ട് നമ്മുടെ പ്രിയതമൻ വന്നിരിക്കുകയാണ്. നമ്മളെ ശ്രീമദ് നൽകി അലങ്കരിക്കുന്നതിന് വേണ്ടി. മത് തോ ഹരേക്കോ ദേത്തെ ഹെ. ശ്രീമദ് ബാബ തന്റെ ഓരോ കുട്ടികൾക്കും നൽകുകയാണ്. പുരുഷ സ്ത്രീക്കോ ബച്ചോങ്കോ സാധു അപ്നെ ശിഷ്യോങ്കോ പരന്തു ഇൻകെ മത് സബ്സെ ന്യാരി ഹെ. ബാബ പറയാണ് നോക്ക്, ഇന്നത്തെ കാലത്ത് നമ്മുടെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പുരുഷൻ സ്ത്രീക്ക് സ്ത്രീയോട് നിർദ്ദേശങ്ങൾ നൽകും. അച്ഛൻ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകും. ഗുരുക്കന്മാര് ശിഷ്യന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകും. പക്ഷേ ഇവിടെ ബാബയുടെ ശ്രീമത്ത് തികച്ചും വ്യത്യസ്തമാണ്. അവരൊന്നും നൽകുന്ന നിർദ്ദേശങ്ങളല്ല ബാബ നൽകുന്നത്. ബാബയുടെ നിർദ്ദേശങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പൊ എല്ലാവരും നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. പക്ഷെ ബാബ നൽകുന്ന ശ്രീമത്താണ് മറ്റാരും നൽകാൻ കഴിയാത്തത്. ഇസ്ലിയെ ഇൻകോ ശ്രീമത് കഹത്തെ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബാബ നൽകുന്ന മാർഗദർശനങ്ങളെ, നിർദ്ദേശങ്ങളെ ശ്രീമത് എന്ന് വിളിക്കുന്നത്. ശ്രേഷ്ഠമായ വഴി. സബ് മനുഷ്യമത്. ഇന്ന് എല്ലാവരും മനുഷ്യന്റെ വഴിയിലാണ്. तो ये सब मत देते हैं अपने शरीर निर्वाह के लिए. ബാബ പറയാണ് ഇന്ന് ആളുകള് ഈ വഴികളെല്ലാം പല മാർഗങ്ങൾ കാണിച്ചു തരുന്നതും മാർഗദർശനങ്ങൾ നൽകുന്നതും തന്റെ ശരീര നിർവാഹാർത്ഥത്തിന് വേണ്ടിയാണ്. സാധു സന്ത് ആദി സബ്കോ ലാത്ത് ലഗി ഹുയി ഹെ ശരീര നിർവാഹിക്കും. സാധു സന്യാസിമാരെല്ലാം തന്നെ ശരീര നിർവാഹാർത്ഥം ജീവിക്കുന്നവരായിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സഭി ഏക് ദോക്കോ ധൻവാൻ ബനാനെ കി മത് ദേത്തെ രഹത്തെ ഹെ. ഇവിടെ മനുഷ്യര് പരസ്പരം ധനവാനായിട്ട് മാറാനുള്ള മാർഗദർശനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ സാധു സന്യാസികൾ പോലും എന്താണ് മനുഷ്യന് സമ്പത്തുണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ അവരും കൂടി ബിസിനസ്സുകൾ ചെയ്യുന്നു. അപ്പൊ ബാബ പറയാണ് അങ്ങനെ മനുഷ്യര് പരസ്പരം എങ്ങനെ സമ്പന്നരാകാം എന്നുള്ള മാർഗമാണ് കാണിച്ചു കൊടുക്കുന്നത്. സബ്സെ അച്ഛമത് സാധുവും ഗുരുവും കി മാനി ജാതി ഹെ. ഏറ്റവും നല്ല മാർഗദർശനങ്ങൾ നൽകുന്നവർ ഗുരുക്കന്മാരും സന്യാസിമാരുമാണെന്നാണ് വിചാരിക്കുന്നത്. मैं अपने पेट के लिए कुछ नहीं करता, तुमको भी अपना पेट का ही काम है कि हम महाराजा महारानी बने, तो सबको तात है पेट की. ബാബ പറയാണ് കുട്ടികളെ, ഞാൻ എന്റെ വയറിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എല്ലാവർക്കും അവരവരുടെ വയറിനെ കുറിച്ചുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് സമ്പാദിക്കുന്നത്. അതുകൊണ്ടാണ് ധനം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ബാബ പറയാണ് ബാബയ്ക്ക് ഒരിക്കലും തന്റെ വയറിനെ കുറിച്ചുള്ള ചിന്തയില്ല.
അല്ലെ? ബാബ പറയാണ്, പക്ഷെ നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങളുടെ വയറ് നിറയ്ക്കേണ്ടതിന്റെ ആവശ്യകതകൾ. അതുകൊണ്ട് അല്ലെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങള് സത്യുഗത്തില് മഹാരാജാവും മഹാറാണിയുമായിട്ട് മാറും. പക്ഷെ എല്ലാവർക്കും ചിന്തയുള്ളത് തന്റെ വയറിനെ കുറിച്ചാണ്. എന്നുവെച്ചാല് എല്ലാവരും അതിനു വേണ്ടി ജീവിക്കും. फिर कोई ज्वार की रोटी खाकर कोई അശോക് ഹോട്ടൽ മേ खाते हैं അല്ലെ? ചിലര് എന്താണ് ചോളത്തിന്റെ ചപ്പാത്തി കഴിക്കും. ഇനി ചിലരാണെങ്കിൽ അശോക ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നു. സാധു ലോക ധൻ ഇക്കട്ടാ കർ ബഡെ മന്ദിർ ആദി ബനാത്തെ ഹെ. സന്യാസിമാര് ധനം സമാഹരിച്ച് വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു. ശിവബാബ ശരീർ നിർവാഹ അർത്ഥ കുച്ച് കർത്തെ നഹി. എന്നാൽ നമ്മുടെ ശിവബാബ ശരീര നിർവാഹാർത്ഥം ഒന്നും തന്നെ ചെയ്യുന്നില്ല. അല്ലേ? ബാബ വയറ് നിറയ്ക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. തുമ്പോ സബ്കുച്ച് ദേത്തെ ഹി. പക്ഷെ ശിവബാബ എന്താ ചെയ്യുന്നത്? കുട്ടികൾക്ക് ബാബ എല്ലാം നൽകുകയാണ്. സദാ സുഖി ബനാനെക്ക്. എന്തിനാണ്? കുട്ടികളെ സദാ സുഖികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ബാബ കുട്ടികൾക്ക് എല്ലാം നൽകുകയാണ്. തും എവർ ഹെൽത്തി വെൽത്തി ബനേങ്കി. അപ്പൊ കുട്ടികള് സദാ ആരോഗ്യം നിറഞ്ഞവരും സദാ സമ്പന്നരുമായിട്ട് മാറും. മേത്തോ എവർ ഹെൽത്തി ബനനേക്ക പുരുഷാരത് നെയ് കർത്ത. ബാബ പറയാണ്, ഞാൻ സദാ ആരോഗ്യപൂർണനാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നില്ല. മേ മുഹി അശരീരി. ബാബ പറയാണ്, ഞാൻ ആരാണ്? അശരീരിയാണ്. മേ ആത്താഹിയും തും ബച്ചോക്കോ സദാസുഖി ബനാനേക്ക്. ഞാൻ വരുന്നത് തന്നെ നിങ്ങൾ കുട്ടികളെ സദാസുഖികളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. ശിവബാബ തോഹെ നിരാകാർ. ശിവബാബ സ്വയം നിരാകാരിയാണ്. ബാക്കി സബ്കോ പേട്ടിക്ക് ലഗി രഹതി ഹെ. ബാക്കി എല്ലാവരും അല്ലെ, എല്ലാവരും വയറിന് വേണ്ടി ജീവിക്കുന്നു. വയറിനെ കുറിച്ചുള്ള ചിന്ത. കാരണം വിശക്കുമല്ലോ അല്ലെ? ദ്വാപർ മേ ബഡെ ബഡെ സന്യാസി തത്വജ്ഞാനി ബ്രഹ്മജ്ഞാനി. ബാബ പറയുന്ന ദ്വാപര യുഗത്തില് വലിയ വലിയ സന്യാസികൾ ഉണ്ടായിരുന്നു, തത്വജ്ഞാനികള് ബ്രഹ്മജ്ഞാനികൾ ഉണ്ടായിരുന്നു. യാദമേ രഹത്തെ തോ ഘർ ബൈഠെ തോ സബ് കുച്ച് മിൽ ജാതാ താ. അവര് ഭഗവാന്റെ ഓർമ്മയിൽ ഇരിക്കുമായിരുന്നു. അവർക്ക് വീട്ടിലിരിക്കുമ്പോൾ തന്നെ എല്ലാം ലഭിക്കുമായിരുന്നു. പേട്ടതോ സബ്കോ ഹെ സബ്കോ ഭോജൻ ചായി. വയർ എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാവർക്കും അല്ലെ ഭോജൻ വേണം, ആഹാരം വേണം. परंतु योग में रहते हैं इसलिए उनको धक्का नहीं खाना पड़ता है. യോഗത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്താണ് അപ്പൊ യോഗത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവര് അതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നില്ല. അവര് ധ്യാനിച്ചിരിക്കുന്നത് കൊണ്ട്. അവ ബാപ് ബच्चों को युक्ति बतलाते हैं कि सदा सुखी कैसे रह सकते. ഇവിടെ ബാബ കുട്ടികൾക്ക് യുക്തി പറഞ്ഞു തരികയാണ്. കുട്ടികളെ എങ്ങനെയാണ് സദാ സുഖികളായിട്ട് ഇരിക്കാൻ സാധിക്കുക എന്നുള്ള യുക്തി ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരും. തും സദാ സുഖി കേസെ രഹ സക്തെ. ബാബ അപ്നി മത് ദേക്കർ വിശുദ്ധ മാലിക് ബനാത്തെ ഹി. ബാബ വന്നിട്ട് തന്റെ ശ്രീമത്ത് നൽകി കുട്ടികളെ വിശുദ്ധിന്റെ അധികാരികളാക്കി മാറ്റും. തും ചിരഞ്ജീവി രഹോ അമർ രഹോ. ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ ചിരഞ്ജീവിയായിരിക്കൂ അല്ലെ, അമരനായിരിക്കൂ. സബ്സെ അച്ചി മത് ഉൻകി. ഏറ്റവും നല്ല ശ്രീമത്ത് മാർഗദർശനങ്ങള് ബാബയുടേതാണ്. മനുഷ്യത്വ ബോധ മത ദേത്തെ. മനുഷ്യനാണെങ്കിൽ ഒരുപാട് അല്ലെ മാർഗങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. കോയി ഇംതഹാൻ പാസ് കർ ബാരിസ്റ്റർ ബൻ ജാത്തെ. ചിലര് അല്ലെ പരീക്ഷയൊക്കെ പാസ്സായിട്ട് അല്ലെ ബാരിസ്റ്റർ ആകും. പരന്തു वो सब है अल्पकाल के लिए. പക്ഷെ അതെല്ലാം അല്പകാലത്തേക്ക് വേണ്ടിയാണ്. പുരുഷാരത് करते हैं अपने बाल बच्चों के पेट के. ഇവിടെ മനുഷ്യര് പുരുഷാർത്ഥം ചെയ്യുന്നത് തന്റെ മക്കളുടെയും പേരക്കുട്ടികളുടെയും വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ്. तो अब बाप तुमको श्रीमत देते हैं, हे बच्चे श्रीमत पर चल, ये रूहानी पढ़ाई पढ़ो. അല്ലെ, ഇവിടെ ബാബ കുട്ടികൾക്ക് ശ്രീമത്ത് നൽകാണ്. എന്താണ് ബാബ നൽകുന്ന ശ്രീമത്ത്? ബാബ ശ്രീമത്ത് നൽകാണ്. ഹേ കുട്ടികളെ, ശ്രീമത് പ്രകാരം നടന്ന് ആത്മീയമായ പഠിപ്പ് പഠിക്കൂ. ജോ മനുഷ്യ വിശ്വക മാലിക് ബൻ ജാവേ. അല്ലെ,
അങ്ങനെ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബാബ പറയുന്നത് ബാബയുടെ ശ്രീമത്തിലൂടെ നടന്ന് ആത്മീയ പഠിപ്പ് പഠിക്കണം. എന്തിനു വേണ്ടിയാണ്? വിശ്വത്തിന്റെ അധികാരിയായി തീരാൻ. तो सबको बाप का परिचय दो, तो बाप की याद में रहने से एवर हेल्दी एवर वेल्ത്തി बन जाएंगे. എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകും. അങ്ങനെ ബാബയുടെ പരിചയം നൽകുന്നതിലൂടെ നമുക്ക് ആരായി തീരാൻ സാധിക്കും? അല്ലെ? സദാ ആരോഗ്യപൂർണരാകാം, സദാ സമ്പന്നരായിട്ട് മാറാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്ത് ലഹരി വേണം? ആത്മീയ അച്ഛന്റെ പരിചയം ഓരോ ആത്മാവിനും നൽകണം. ഓരോ ആത്മാവിനെയും ആത്മീയ അച്ഛനിലേക്ക് ബന്ധിക്കണം. തോഹെ അവിനാശി സർജൻ. ബാബ ആരാണ്? അനശ്വരനായ സർജനും കൂടിയാണ്. തും ബാബ്കെ ബച്ചെ റൂഹാനി സർജനും. നിങ്ങൾ ബാബയുടെ കുട്ടികളും ആര് തന്നെയാണ്? ആത്മീയ സർജനാണ്. ഇസ്മേ കോയി തക്ലീഫ്. ബാബ പറയാണ് ഇവിടെ കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കില്ല. സിർഫ് മുഖസേ ആത്മാവും ശ്രീമത്ത് ദി ജാതി ഹി. അല്ലെ? ഇവിടെ ആത്മാക്കൾക്ക് ശ്രീമത്ത് നൽകുകയാണ്. സർവോത്തമ സേവ തും ബച്ചോക്കോ കർത്തി ഹെ. സർവോത്തമമായ സേവനം നമ്മൾ കുട്ടികളാണ് ചെയ്യേണ്ടത്. तो ऐसी मत तुमको कोई दे ना सके. അല്ലെ? ഇതുപോലെയുള്ള ശ്രീമത്ത് ഈ ഭൂമിയിൽ നമുക്ക് ആർക്കും തന്നെ നൽകാൻ സാധിക്കില്ല. അബ് ഹം ബാപ് കെ ബच्चे बने हैं, तो बाप का धंधा करें, ജിസ്മാനി ധന്ദ കरें. അല്ലെ? നമ്മള് അച്ഛന്റെ കുട്ടികളാണ്, ബാബയുടെ കുട്ടികളാണ്. അപ്പോ ബാബയുടെ കുട്ടികളായ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അച്ഛന്റെ ജോലി തന്നെ കുട്ടികൾ ചെയ്യണം. അല്ലെ? അച്ഛൻ എന്താ ചെയ്യുന്നത്? വന്നിട്ട് നമുക്ക് ജ്ഞാനത്തിന്റെ പ്രകാശം നമ്മുടെ ആത്മാവിൽ നിറച്ചു തരികയാണ്. അല്ലെ? അപ്പൊ അതേപോലെ അച്ഛന്റെ ജോലി നമ്മൾ കുട്ടികളും ചെയ്യണം. ജിസ്മാനി ധന്ദ കरें. അപ്പൊ ബാബ പറയാണ് സാധാരണ എങ്ങനെ നമ്മൾ കാണുക? അല്ലെ? പണ്ടൊക്കെ ആണെങ്കിലേ, ഇപ്പൊ അങ്ങനെയല്ല. പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടികള് അച്ഛന്റെ തൊഴിൽ എന്താണോ അത് തന്നെയാണ് കുട്ടികൾ ഏറ്റെടുത്തിട്ട് നടത്തുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ അച്ഛന്റെ കർത്തവ്യത്തിൽ പങ്കാളികളാകും. ബാപ്സെ ഹം അവിനാശി ജ്ഞാന രത്നോക്കി ജോലി ഭർത്തി. അല്ലെ? ദിവസവും നമ്മള് നമ്മുടെ ബാബയിൽ നിന്നും അനശ്വരമായ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നമ്മുടെ സഞ്ചി നിറയ്ക്കുകയാണ്. ശിവയ്ക്ക് ആകെ കരുതി വെറുതോ ജോലി. ശിവന്റെ മുന്നിൽ പറയുന്നുണ്ട് സഞ്ചി നിറയ്ക്കൂ. तो वो समझते हैं 10-20 मिल जाएंगे. അല്ലെ? അപ്പോഴെന്താ മനസ്സിലാക്കുന്നേ? 10,000-20,000 ലഭിക്കും എന്ന് മനസ്സിലാക്കും. അഗർ മിൽ ഗയേ तो बस उन पर बलिहार जाएंगे. അല്ലെ? അപ്പോ അതായത് ബാബ പറയാൻ ഇവിടെ 10,000-20,000 ലഭിക്കും എന്ന് വിശ്വസിക്കും. അങ്ങനെ ലഭിച്ചാൽ തന്നെ ഇപ്പൊ ആരിൽ നിന്നാണ് ലഭിക്കുന്നത്? അവരിൽ ബലിയാകല്ലേ? അപ്പൊ ബാബയിൽ നിന്നാണ് അത് ലഭിക്കുന്നതെങ്കിൽ എന്താണ്? കുട്ടികള് ബാബയിൽ അങ്ങ് ബലിയായി എന്നെ ബഹുത് കാത്രി കരയെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഒരുപാട് സൽക്കരിക്കുകയും ചെയ്യും. അല്ലെ? ഇപ്പൊ ഒരാൾ നമുക്ക് 10,000 തന്നു, അല്ലെങ്കിൽ 20,000 തന്നു. അപ്പൊ പിന്നെ നമ്മളുടെ മനസ്സെന്തായി? അവരിൽ ബലിയായി. പിന്നെ അവരെ ഒരുപാട് സൽക്കരിക്കും. ഏ സബ് ഭക്തി മാർഗം. ഇതെല്ലാം ഭക്തി മാർഗമാണ്. അപ്പൊ സബ്കോ ബാപ് കാ പരിചയ ദോ ഓർ ബേഹദ് കാ ഹിസ്റ്ററി ജോഗ്രഫി സുനാവൂ. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവർക്കും അച്ഛന്റെ പരിചയം കൊടുക്കണം. പരിധികളില്ലാത്ത ഈ പ്രപഞ്ചത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും, അല്ലെ? ഇതിന്റെ ചരിത്രം എന്താണ്? ഈ പ്രപഞ്ച ചരിത്രം എന്താണ്? ആ പരിധികളില്ലാത്ത ചരിത്രവും ഭൂമിശാസ്ത്രവും കേൾക്കണം. ബഹുത് ഈസിയാണ്. ഇത് എത്ര എളുപ്പമുള്ള കാര്യമാണ്. तो हद की हिस्ट्री ज्योग्राफी में बहुत बातें. അല്ലെ? പരിധിയുള്ള ഹിസ്റ്ററിയും ജോഗ്രഫി എന്ന് പറയുമ്പോൾ അതില് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏ ബേഹദ് കി ഹിസ്റ്ററി ജോഗ്രഫി. ഇതാണെങ്കിൽ പരിധികൾ ഇല്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണ്. അത് അല്ലെ? കി ബാപ് ബേഹദ് കാ ബാപ് കഹാ രഹത്തെ ഹെ കൈസെ ആത്തെ ഹെ. എന്താണ് ഈ പരിധികളില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും? പരിധികളില്ലാത്ത അച്ഛൻ എവിടെയാണ് വസിക്കുന്നത്? പരിധികളില്ലാത്ത അച്ഛൻ എങ്ങനെയാണ് വരുന്നത്? അല്ലെ? എവിടെയാണ് വസിക്കുന്നത്? ഹം ആത്മാവോമേ കേസെ 84 ജന്മ കാ പാർട്ട് ഭരാ ഹുവാ. നമ്മൾ ആത്മാക്കളിൽ എങ്ങനെയാണ് 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്? ബസ് ജാസ്തി കുച്ച് നെയ്യ് സംജാവൂ, സിർഫ് അൾഫോർമേ. കൂടുതലൊന്നും മനസ്സിലാക്കി കൊടുക്കണ്ട. അൾഫിനെ കുറിച്ചും ബേയെ കുറിച്ചും, അതായത് അള്ളാഹുവിനെ കുറിച്ചും ചക്രവർത്തി പദവിയെ കുറിച്ചും നമ്മള് മനസ്സിലാക്കി കൊടുക്കും. എന്നുവെച്ചാൽ ബാബ വന്നിട്ട് നമ്മളെ സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകും. അഹം ആത്മാ
बाप को याद करके विश्व के मालिक बन जाएगा. ആത്മാവ് ബാബയെ ഓർമ്മിച്ച് വിശ്വത്തിന്റെ അധികാരിയായി മാറും. അഭി പഠന ഹേ ഓർ പഠാന ഹേ. ഇപ്പോൾ പഠിക്കണം, പിന്നെ പഠിപ്പിക്കണം. അൽഫ് മാന അള്ളാ, ബേ മാന ബാദശാഹി. അല്ലെ, അൽഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്, അല്ലെ, ബേ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി പദവി, ബാദശാഹിയാണ്. तो अब सोचो ये धंधा करे या जिस्मानी धंधा कर 2-400 कमाई. ഇപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മള് അല്ലെ ബാബ നൽകുന്ന, ബാബ നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയ സമ്പാദ്യം സമ്പാദിക്കണോ, അതോ നമ്മൾ ഭൗതികമായിട്ടുള്ള സമ്പാദ്യത്തിലേക്ക് പോകണോ? അല്ലെ, ബാബ പറയാണ് അല്ലെ, അങ്ങനെ ഭൗതികമായിട്ടുള്ള സമ്പാദ്യത്തിലേക്ക് പോയിട്ട് 200-400 സമ്പാദിച്ചാൽ മതിയോ എന്ന് ബാബ ചോദിക്കുകയാണ്. ബാബ कहते हैं अगर कोई होशियार बच्ची हो तो मैं उनके मित्र संबंधियों को भी दे सकता हूँ. അല്ലെ, ബാബ പറയാണ് ഒക്കെ നല്ല സർവസമർത്ഥയായിട്ടുള്ള കുട്ടികളാണ്, പെൺകുട്ടികളാണ്, അല്ലെ. ബാബ പറയാണ് അവർക്ക് തീർച്ചയായിട്ടും മിത്ര സംബന്ധികൾക്കും ജ്ഞാനം നൽകുവാനായിട്ട് സാധിക്കും. तो जिससे उनके शरीर निर्वाह चलता रहे. तो बाबा कहते हैं अगर कोई होशियार बच्ची हो तो मैं उनके मित्र संबंधियों को भी दे सकता हूँ, जिससे उनको भी शरीर निर्वाह चलते रहे. परंतु बच्ची अच्छी हो, सर्विसेबल हो, अंदर बाहर साफ हो, बोली की बड़ी बेटी हो. वास्तव में हमारी की कमाई माँ बाप का नहीं सकते. അപ്പൊ ബാബ പറയാണ് അല്ലെ, അങ്ങനെ നല്ല സർവസമർത്ഥരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്താണ്, ആ കുട്ടികൾക്ക് ജോലിക്ക് പോയിട്ടും ബാബയുടെ സേവ ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും. അപ്പൊ ശരീര നിർവാഹാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അപ്പൊ ബാബ പറയാണ് കുട്ടികള് വളരെ നല്ലതായിരിക്കണം, പെൺകുട്ടി അത്രയും നല്ല കുട്ടിയായിരിക്കണം, വളരെ സർവീസബിൾ ആയിട്ട് കുട്ടിയായിരിക്കണം, അല്ലെ, പുറത്തും അകത്തും ശുദ്ധമായിരിക്കണം, അല്ലെ, സംസാരം വളരെ മധുരതയുള്ളതായിരിക്കണം, അല്ലെ. പക്ഷെ ബാബ പറയണം വാസ്തവത്തില് കുമാരിമാരുടെ സമ്പാദ്യം ഒരിക്കലും മാതാപിതാക്കള് കഴിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു നിയമമില്ല. तो बाबा का बनकर फिर भी उस जिस्मानी सर्विस में ध्यान बहुत देना ये भी डिसरिगार्ड हो गया. ബാബ പറയാണ് അല്ലെ, ബാബയുടെ കുട്ടികളായിട്ടും കുമാരിമാരെ ബാബയുടെ കുട്ടികളായിട്ടും ആ കുട്ടികളായിട്ട് പോലും അവര് ഇപ്പോഴും പുറത്ത് ജോലിക്കൊക്കെ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാന്ന് പറഞ്ഞാൽ അത് ബാബയോട് കാണിക്കുന്ന അനാദരവ് കൂടിയാണ്. तो बाबा का बनकर फिर भी उस जिस्मानी सर्विस में ध्यान बहुत देना ये डिसरिगार्ड हो गया. बाबा कहते हैं मनुष्य मात्र को हेवन का मालिक बनाओ. ഇവിടെ ബാബ പറയാണ് അല്ലെ, കുമാരിമാരോട് ബാബ എന്താ പറയുന്നത്, ലോകത്തിലുള്ള മുഴുവൻ മാനവരാശിയെയും സ്വർഗത്തിന്റെ അധികാരിയാക്കാനുള്ള സേവനം ചെയ്യും. ബച്ചേ ഫിർ ജിസ്മാനി സർവീസിനെ മാതാമാരെ, പിന്നെ എന്തിനാണ് പുറത്ത് ജോലിക്ക് പോയിട്ട് തലയിട്ടുടയ്ക്കുന്നത്? സ്കൂൾ കോലിന ഗവൺമെന്റ് കാം, സ്കൂള് തുറക്കാന്നുള്ളത് അല്ലെ, വിദ്യാലയങ്ങൾ നടത്താന്നുള്ളത് അതൊക്കെ ഗവൺമെന്റിന്റെ ജോലിയാണ്. അവ ബച്ചിയോക്കെ ബുദ്ധിമേ കാം ലേനാഹി. ഇവിടെ പെൺകുട്ടികള് തന്റെ ബുദ്ധി ഉപയോഗിക്കണം, അല്ലെ, തന്റെ ബുദ്ധി ഉപയോഗിക്കണം എന്ന് ബാബ പറയാണ്. പെൺകുട്ടികള് എപ്പോഴും അല്ലെ അവരവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. കോൺഷ്യസ് സർവീസ് കരെ, ഏത് സേവനമാണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കണം. ഈശ്വരീയ ഗവൺമെന്റിക്ക് ഉസ് ഗവൺമെന്റിക്ക്, ആ ഗവൺമെന്റിന്റെ സർവന്റ് ആകണോ അത് ഈശ്വരീയ ഗവൺമെന്റിന്റെ സേവനം ചെയ്യണോ, എങ്ങനെ വേണം എന്നുള്ളത് പെൺകുട്ടികൾ തീരുമാനിക്കണം. जैसे ये बाबा जवाहरत का धंधा करते थे तो बड़े बाबा ने कहा ये अविनाशी ज्ञान रत्नों का धंधा करना है. बाबा എന്താണ് ബ്രഹ്മബാബ രത്ന വ്യാപാരി അല്ലേ, രത്ന വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ശിവബാബ പറഞ്ഞു അനശ്വരമായ ജ്ഞാനരത്നങ്ങളുടെ ബിസിനസ് ചെയ്യാൻ. അപ്പൊ ബ്രഹ്മബാബ രത്നങ്ങളുടെ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പക്ഷെ ശിവബാബ ബ്രഹ്മബാബയോട് പറഞ്ഞു അനശ്വരമായ ജ്ഞാനരത്നങ്ങളുടെ ബിസിനസ് ചെയ്യണം. ബനെങ്കിൽ, അങ്ങനെ അനശ്വരമായ ജ്ഞാനരത്നങ്ങളുടെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക്
ചക്രവർത്തി പദവിയിലേക്ക് വരാം, മനുഷ്യനിൽ നിന്ന് ദേവതയാകാം, വിശ്വത്തിന്റെ അധികാരിയാകാം. तो चतुर्भुज का भी साक्षात्कार करा दिया. എന്നിട്ട് ബാബ ശിവബാബ എന്താ ചെയ്തേ? ബ്രഹ്മബാബയ്ക്ക് ചതുർഭുജധാരിയുടെ സാക്ഷാത്കാരം നൽകി. അല്ലേ? നീ ഇതുപോലെ ആകണം, അല്ലേ? ചതുർഭുജധാരി ആകണം, വിശ്വത്തിന്റെ അധികാരി ആകണം. അപ്പൊ ഈ വിശ്വക്ക് ബാദശാഹി ലേവയ്ക്കരെ. അപ്പൊ ബ്രഹ്മബാബ ചിന്തിച്ചു, ഞാൻ രത്നവ്യാപാരം ചെയ്യണോ, അതോ ഞാൻ അനശ്വരമായ ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരം ചെയ്ത് വിശ്വത്തിന്റെ ചക്രവർത്തി പദവിയിലേക്ക് പോകണോ, വിശ്വ മഹാരാജനായിട്ട് മാറണോ, എന്ത് ചെയ്യണം ഞാൻ എന്നുള്ളത് ബ്രഹ്മബാബ തീരുമാനിച്ചു. സബ്സെ അച്ഛാ ധന്ദ ഏറ്റവും നല്ല ബിസിനസ് എന്താണ്? ജ്ഞാനരത്നങ്ങളുടെ ബിസിനസ് ചെയ്യുക. വര കമായി അച്ഛി ദി परंतु बाबा ने इसमें प्रवेश होकर मत दी कि अल्फ और बे को याद करो. അല്ലെ? ബ്രഹ്മബാബ നല്ല പോലെ സമ്പാദിച്ചുകൊണ്ടിരുന്ന ആളാണ്, നല്ല സമ്പാദ്യമായിരുന്നു. പക്ഷേ ശിവബാബ ബ്രഹ്മാവിൽ പ്രവേശിച്ചിട്ട് ഈ ശ്രീമത്ത് നൽകി, അല്ലെ, അള്ളാഹുവിനെയും ചക്രവർത്തി പദവിയെയും ഓർമ്മിക്കും. ഇതിന് സഹജം, ഇതെത്ര സഹജമായ കാര്യമാണ്. ചോട്ടെ ബച്ചേ ഭി പഠി സക്തേ ഹൈ, കൊച്ചു കുട്ടികൾക്ക് പോലും പഠിക്കാൻ സാധിക്കും. ശിവബാബ തോ ഹരേക്ക് ബച്ചേക്കോ സംജാ സക്തേ ഹൈ. ശിവബാബയ്ക്ക് തന്റെ ഓരോ കുട്ടികൾക്കും മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കും. ये भी सीख सकते हैं, ये बाहरयामी ശിവബാബ ഹെ അന്തര്യാമി. അല്ലെ? ബ്രഹ്മബാബയും ശിവബാബയുടെ അടുത്ത് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? ബ്രഹ്മബാബ ബാഹർയാമി, ശിവബാബ ആരാണ്? അന്തര്യാമി. അല്ലെ? ബ്രഹ്മബാബ ബാഹർയാമി. കാരണം എന്താണ്? ബ്രഹ്മബാബ ശരീരധാരിയാണ്. ശിവബാബ ബ്രഹ്മാവിന്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്, കാണാൻ പറ്റില്ലല്ലോ. അന്തര്യാമി. तो ये बाबा भी हर एक की शक्ल से, बोल से, एक्ट से सब कुछ समझ सकते हैं. അല്ലെ? ഈ ബാബയ്ക്ക് തന്റെ ഓരോ കുട്ടികളുടെയും മുഖത്തു നിന്നും വാക്കുകളിലൂടെയും ആക്ടിലൂടെയും കർമ്മത്തിലൂടെയും എല്ലാം മനസ്സിലാക്കാൻ കഴിയും. बच्चों को रूहानी सर्विस का चांस एक ही बार मिलता है. പെൺകുട്ടികൾക്ക് ആത്മീയ സേവനത്തിനുള്ള അവസരം ഒരിക്കൽ മാത്രമേ ലഭിക്കൂ. അവ ദിൽ മേ ആना चाहिए. हम मनुष्य को देवता बनाए या कोटों को कांटा बनाए, कांटों को कांटा बनाए. അല്ലെ? ഇവിടെ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, നമ്മൾ ഏത് സേവനം ചെയ്യണം. അല്ലെ? മനുഷ്യനെ ദേവതയാക്കി മാറ്റണോ, അതോ മുള്ളുകളാക്കി മാറ്റണോ? മുള്ളുകളാക്കി മാറ്റണോ, അതോ മനുഷ്യനെ ദേവതയാക്കി മാറ്റണോ? സോച്ചോ ക്യാ കർണ ചെയ്യേ, എന്താ ചെയ്യേണ്ടതെന്ന് കുട്ടികൾ ചിന്തിക്കണം. നിരാകാർ ശിവ ഭഗവാൻ വാച देह सहित देह के सब संबंध तोड़ो, अपने को आत्मा समझ बाप को याद करते रहो. ഇവിടെ അല്ലെ നിരാകാരി ഭഗവാൻ വാച ദേഹ സഹിത് ദേഹ സബ് സംബന്ധ, അല്ലെ, ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളും ഉപേക്ഷിക്കും. സ്വയത്തിനെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ബ്രഹ്മാക്കെ തൻസെ ബാബ് ബ്രാഹ്മണോ സെ ഹി ബാത് കർത്തെ. ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെ ബാബ ബ്രാഹ്മണരോടാണ്, അല്ലെ, ബ്രാഹ്മണരോട് മാത്രമാണ് സംസാരിക്കുന്നത്. ये ब्राह्मण लोग भी कहते हैं ब्राह्मण देवी देवताये नमः. ഇവിടെ ബ്രാഹ്മണരും പറയാണ് ബ്രാഹ്മൺ ദേവി ദേവതായ നമഃ. പുറത്ത് ബ്രാഹ്മണരും ലൗകികത്തിലെ ബ്രാഹ്മണരും പറയാണ് ബ്രാഹ്മൺ ദേവി ദേവതായ നമഃ. वो മുഖവംശാവലി, മുഖവംശാവലി. ബാബ പറയാണ് നിങ്ങളാണ് ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണർ, പരമാത്മാവിന്റെ സന്താനങ്ങൾ. അല്ലെ? അവര് മുഖവംശാവലിയാണ് എന്ന് ബാബ പറയാണ്. ബാബാക്കു ജരൂർ ബ്രഹ്മ ബച്ചായി. അല്ലെ? പരമാത്മാവിന് തീർച്ചയായിട്ടും ബ്രഹ്മാവാകുന്ന കുട്ടി ആവശ്യമാണ്. കുമാർക്ക ബത്താവോ ബാബാക്കു കിത്തനെ ബച്ചേ ഹെ. അല്ലെ? ഇപ്പൊ പ്രകാശ് ദാദിയോട് ബാബ ചോദിച്ചു, പ്രകാശ് ദാദിയെ ബാബ കുമാരന്മാരുടെ ദാദി എന്ന് വിളിക്കുന്നത്, കുമാർക്ക എന്ന് വിളിക്കും. അപ്പൊ കുമാർക്ക പറയൂ ബാബയ്ക്ക് എത്ര കുട്ടികളുണ്ട്? कोई कहते 600 करोड़, कोई कहते हैं एक ब्रह्मा. पर तुम त्रिमूर्ति कहते हो, परंतु ऑक्यूपेशन तो अलग अलग है. ചില കുട്ടികൾ പറയും 600 കോടി മക്കളുണ്ട് എന്ന് പറയും. അല്ലെ? ചിലര് പറയും ഒരു ബ്രഹ്മാവേ ഉള്ളൂ. അല്ലെ? നിങ്ങൾ ത്രിമൂർത്തി എന്ന് പറയുന്നുണ്ട്. അല്ലെ? ത്രിമൂർത്തി ബ്രഹ്മ വിഷ്ണു ശങ്കരൻ, അവര് 3 പേരുടെയും ഓക്യുപ്പേഷൻ, അല്ലെ, തൊഴിൽ, 3 പേരുടെയും കർത്തവ്യം വേറെ വേറെ. ब्रह्मा की नाभि से, अरे विष्णु की नाभि से ब्रह्मा निकला, ब्रह्मा की नाभि से विष्णु, ये तो एक हो गई.
അല്ലെ? ബാബ പറയാണ് വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടായി, അല്ലെ? ബ്രഹ്മാവിൽ നിന്നും വിഷ്ണു ഉണ്ടായി. അപ്പോ രണ്ടുപേരും ഒന്നാണ്. പറയാണ് ശരിക്കും എന്താണ്? വിഷ്ണുവാണ് ജന്മങ്ങൾ എടുത്തെടുത്ത് സൃഷ്ടിയുടെ അന്ത്യത്തിലേക്ക് 84 ജന്മങ്ങളുടെ ഒടുക്കത്തിൽ ബ്രഹ്മാവായിട്ട് മാറുന്നത്, അല്ലെ? ബ്രഹ്മാവ് തന്നെയാണ് സത്യത്തിന് വീണ്ടും വിഷ്ണുവായിട്ട് മാറുന്നത്. വിഷ്ണു 84 ജനം लेते हैं वह ബ്രഹ്മ ബാത് तो एक ही है. വിഷ്ണുവാണോ 84 ജന്മം എടുക്കുന്നത്, അല്ലെ? അതോ ബ്രഹ്മാവാണോ? അല്ലെ? ബാബു പറയേണ്ട രണ്ട് കാര്യവും ഒന്ന് തന്നെയാണ്. ബാക്കി രേഖ ശങ്കർ, പിന്നെ അവശേഷിക്കുന്നത് ശങ്കരനാണ്. അല്ലെ? ശങ്കരൻ എന്ന് പറയുമ്പോൾ ശങ്കരൻ ഒരാളെ ഉള്ളൂ. വിഷ്ണു 84 ജനം लेते हैं. ഇവിടെ ബാബ പറയാണ് വിഷ്ണു 84 ജന്മം എടുത്തു. ब्रह्मा बात तो एक ही है, तो त्रिमूर्ति कहलाया जाता है, परंतु राइटियस बच्चे पैदा हुए. അപ്പൊ ബാബ പറയേണ്ട ത്രിമൂർത്തി എന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ, അല്ലെ? സത്യമായിട്ടുള്ള ആ കുട്ടികള് റൈറ്റിയസ് ബच्चे दो हुए. അപ്പോ ശരിക്കും എന്താണ്? ശങ്കർ ശിവ होता है. അപ്പൊ ശങ്കരനല്ലേ ശരിക്കും ശിവൻ? ശങ്കരനാണോ ശിവൻ? അല്ലെ? ശങ്കരനല്ലേ ശിവൻ? അപ്പൊ എല്ലാവരും വിചാരിക്കും ശിവനാണ് ശങ്കരൻ, ശങ്കരനാണ് ശിവൻ എന്ന് വിചാരിക്കാം. അപ്പൊ പറയാണ് അല്ല, അല്ലെ? ത്രിമൂർത്തി എന്ന് വിളിക്കുന്നു. അപ്പൊ ശരിക്കും ഉള്ള കുട്ടികൾ രണ്ടുപേരാണ്. ത്രിമൂർത്തിയിലെ ആരാണ്? ബ്രഹ്മാവും വിഷ്ണുവും. ശങ്കരൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് ബാബ പറയുന്നത് നമ്മളോട്, ശങ്കരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ബ്രഹ്മാവ് അതേ വിഷ്ണു തന്നെ, അല്ലെ? അതായത് ശരിക്കും എന്താണ്? നമ്മളെല്ലാ ബ്രാഹ്മണ കുട്ടികളും അപ്പൊ എങ്ങനെ ബ്രഹ്മാവ് വിഷ്ണുവായി തീരുന്നു എന്ന് പറയുന്നു, അതേപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പൂർണ്ണതയിൽ വിഷ്ണുവാണ്, അല്ലെ? അതേപോലെ നമ്മുടെ പൂർണ്ണതയുടെ സ്വരൂപത്തില് നമ്മൾ തപസ്വികളാണ്, അല്ലെ? പരമാത്മാവിനെ ധ്യാനിക്കുന്നവരാണ്. ആ തപസ്വികളായിട്ടുള്ള കുട്ടികള് എപ്പോഴാണ് തന്റെ സമ്പന്നതയിലും സമ്പൂർണതയിലും എത്തിച്ചേരുന്നത്? ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സമ്പന്നതയിലും സമ്പൂർണതയിലും എത്തിച്ചേരുമ്പോൾ നമ്മുടെ പൂർണ്ണതയുടെ തപസ്വി സ്വരൂപമാണ് അവിടെ ശങ്കരനായിട്ട് കാണിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ശങ്കരൻ എന്ന് പറയുമ്പോഴെന്താണ്? അത്രയും പവർഫുൾ ആണ്, പുലിത്തോലിലാണ് ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ തന്നെ എന്താണ്? ആളത്രയും പവർഫുൾ ആയിട്ടുള്ള സ്ഥിതി, അത്രയും ഉയർന്ന സ്ഥിതി ആളിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെന്താണ്? ജഡയില് ഗംഗയുണ്ട്, ബുദ്ധിയില് ജ്ഞാനഗംഗ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? പിന്നെ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുകയാണ്. അതാണ് ചന്ദ്രകല കാണിച്ചിരിക്കുന്നത്, അല്ലെ? തൃക്കണ്ണ് കാണിച്ചിട്ടുണ്ട്, ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രമുണ്ട്, അറിവിന്റെ മൂന്നാമത്തെ നേത്രം, അല്ലെ? ആ നേത്രം പൂർണ്ണതയിൽ നമ്മൾ ആ നേത്രം തുറക്കുമ്പോൾ പൂർണ്ണതയിലേക്ക് നമ്മൾ സഞ്ചരിച്ചു, പൂർണ്ണതയിൽ വന്നു. അപ്പോ എല്ലാ വികാരങ്ങളെയും ഭസ്മമാക്കി കളയാനുള്ള ശക്തിയുണ്ട്, അല്ലെ? അപ്പോ അവിടെ പിന്നെ അർദ്ധനഗ്നനായി കാണിച്ചിരിക്കുന്നു എന്ന് വെച്ചാല് ആത്മാഭിമാനിയാണ്, ദേഹമാകുന്ന വസ്ത്രത്തിന്റെ ബോധമില്ല, അല്ലെ? അത്രയ്ക്കും നമ്മൾ ആത്മാഭിമാനി സ്ഥിതിയിൽ എത്തിച്ചേർന്നതിന്റെ സിമ്പലാണ്. അപ്പോ ബാബ പറയാണ് ബാക്കി രഹ ശങ്കർ, ऐसे नहीं कि शंकर से शिव होता है, नहीं त्रिमूर्ति कहलाया जाता है, परंतु राइटियस बच्चे दो हुए, ये सब ज्ञानी की बात है. അപ്പൊ ബാബ പറയാണ് അങ്ങനെ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? ഓരോ ബ്രാഹ്മണ ആത്മാവിന്റെയും ബ്രഹ്മാവിന്റെയും സമ്പൂർണതയുടെയും സമ്പന്നതയുടെയും സൂക്ഷ്മമായ വ്യക്തിത്വത്തെയാണ് അവിടെ ശങ്കരനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ത്രിമൂർത്തിയിലെ രണ്ട് കുട്ടികളാണ് ഉള്ളത് മെയിൻ ആയിട്ട്, മറ്റേയാള് സൂക്ഷ്മമാണ്, അല്ലെ? അതാണ് ബ്രഹ്മാവും വിഷ്ണു. तो बच्चियों के लिए सर्विस करना अच्छा है या മെട്രിക് ആദി പഠന अच्छा है, അല്ലെ? പെൺകുട്ടികൾക്ക് സേവനം ചെയ്യുന്നതാണോ നല്ലത്, അതോ കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നതാണോ നല്ലത്? വഹാത്തോ അല്പകാലത്തെ സുഖമില്ലേക്ക, അവിടെ കുട്ടികൾക്ക് അല്പകാലത്തെ സുഖമാണ് ലഭിക്കുന്നത്. തൊടി തൻവാഹമില്ലേക്ക്, അവിടെ കുട്ടികൾക്ക് കുറച്ച് പൈസ കിട്ടും, അല്ലെ? ബാബ പറയുന്നത് കുറച്ച് പൈസ കിട്ടും, പക്ഷെ അല്പകാലത്തെ സുഖം ലഭിക്കുന്നു. കൂടുതൽ പഠിച്ചു പിന്നെ ജോലിയിലേക്ക് പോകുന്നു. ബാബ പറയാണ് കുമാരിമാര് എന്തിനാണ് ജോലിക്ക് പോകുന്നത്? കുമാരിമാര് സർവീസബിൾ ആകണം, ബാബയുടെ പരമാത്മാവിന്റെ കർത്തവ്യത്തിൽ പങ്കാളികളാകണം, സേവനം ചെയ്യണം. യഥാർത്ഥം ഭവിഷ്യ 21 ജന്മത്തിലെ മാലമാൽ ഹോസക്തേഹോ, ഇവിടെ വന്ന് കുട്ടികൾ സർവീസബിൾ ആകുമ്പോൾ 21 ജന്മങ്ങളിലേക്ക് നിങ്ങൾ സമ്പന്നരായിട്ട് മാറുകയാണ്. ക്യാ കർണ ചാഹിയേ, അതുകൊണ്ട് കന്യകമാർ എന്താ ചെയ്യേണ്ടത്? കന്യാന്തോ നിർബന്ധന, കന്യകമാർക്ക് ബന്ധനങ്ങളൊന്നുമില്ല. അതർ കന്യാന്തോ കുമാരി കന്യാ തീക്കി ജാ സക്തി. ബാബ പറയാണ് പക്ഷെ വിവാഹിതരായിട്ടുള്ള കന്യകമാർ അല്ലെങ്കിൽ കുമാരിമാർ അവർക്ക്
ബാബ പറയാണ് എത്ര ബന്ധനങ്ങളാണുള്ളത് അല്ലെ. കന്യകമാർക്ക് എത്ര തീവ്ര വേഗതയിൽ പുരുഷാർത്ഥം ചെയ്ത് കയറാൻ സാധിക്കും അല്ലെ. കാരണം പവിത്രമാണ്. മമ്മബി കുമാരി അല്ലെ. നമ്മുടെ മമ്മയും ജഗദമ്പയും കുമാരിയായിരുന്നു. പൈസയ്ക്കോ ബാത്തി കുമാരിമാർക്ക് പൈസയുടെ ആവശ്യമില്ല. കുമാരിമാര് പൈസ സമ്പാദിക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല എന്ന് ബാബ പറയാം. ഇത്തിനി തീക്കി ഗൈ ഫോളോ കർണ ചായേ കാസ് കന്യാവും അല്ലെ. മമ്മ പുരുഷാർത്ഥം ചെയ്ത് എത്ര തീവ്ര വേഗതയിലാണ് മുന്നോട്ട് പോയത് അല്ലെ. മമ്മ പുരുഷാർത്ഥം ചെയ്ത് നമ്പർ 1 ആയി അല്ലെ. സത്യവതിനെ നാരായണന്റെ ലക്ഷ്മിയായിട്ട് മാറുകയാണ് അല്ലെ. വിശ്വമഹാറാണിയാകുകയാണ്. അപ്പൊ പുരുഷാർത്ഥം ചെയ്ത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ്, തീവ്ര വേഗതയിലാണ് മമ്മ മുന്നോട്ട് പോയത് അല്ലെ. കാരണം അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മയെ കന്യകമാർ ഫോളോ ചെയ്യണം. കാണ്ടോപ്പോ പൂർബനായി അല്ലെ. ഏത് സേവയാണ് നമ്മൾ ചെയ്യേണ്ടത്? മുള്ളുകളെ പുഷ്പങ്ങളാക്കി മാറ്റുന്ന സേവനം ചെയ്യണം. ഈശ്വരിയെ പഠായിക്ക ചാൻസിലേ യാ ഉസ് പഠായിക്ക. അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, ഈശ്വരീയമായ പഠിപ്പിന്റെ ചാൻസ് ആണോ എടുക്കേണ്ടത്, അതോ ലോകത്തിലുള്ള ഭൗതികമായ പഠിപ്പിന്റെ ചാൻസ് ആണോ എടുക്കേണ്ടത്? ഏത് ചാൻസ് ആണ് എടുക്കേണ്ടത്? കന്യാവോങ്കോ സെമിനാർ കർണ ചായി. കന്യകമാരുടെ സെമിനാർ വെക്കണം. മാതാവോങ്കോ പതി ആദി യാദ് പഠിത്താഹി. അമ്മമാർക്കാണെങ്കിൽ തന്റെ പതിയുടെ ഓർമ്മ വരും. സന്യാസിയോങ്കോ യാദ് ബഹുത് പഠിത്തരുത്തായി. സന്യാസിമാർക്കാണെങ്കിൽ ഒരുപാട് ഓർമ്മയാണ്. അവര് കാട്ടിൽ പോയാലും ഹിമാലയത്തിൽ പോയാലും അവരുടെ കുടുംബം വിട്ടിട്ട് പോകുന്നത് കൊണ്ട് കുടുംബത്തിന്റെ ഓർമ്മ അവരുടെ മനസ്സിനെ തീർച്ചയായിട്ടും അലട്ടിക്കൊണ്ടിരിക്കും അല്ലെ. അതുകൊണ്ടാണ് പറഞ്ഞത് സന്യാസിമാർക്ക് ഒരുപാട് ഓർമ്മയാണ് അല്ലെ. കന്യാവോങ്കോ സീഡി ചട്നി നഹിച്ചായി. അതുകൊണ്ട് കന്യകമാര് എന്താണ് ബാബ പറയാണ്, വിവാഹ ജീവിതത്തിന്റെ പടി കയറേണ്ട കാര്യമില്ല. സംഘക്കാരെന്ത് പോകുന്നതിലേക്ക് ചാത്താഹി. വ്യക്തികളുടെ കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോഴേക്കും അവരുടെ സ്വഭാവ സംസ്കാരങ്ങളുടെ നിറങ്ങൾ നമ്മുടെ ആത്മാവിലേക്ക് വരുന്നു. कोई बड़े आदमी का बच्चा देखा दिल लग गई शादी हो गई. ബാബ പറയാണ്, കന്യകമാര് വലിയ ആൾക്കാരുടെ, വലിയ സമ്പന്നരുടെ മക്കളെ കണ്ടു അല്ലേ. ഹൃദയത്തിലെ മോഹം വന്നു, അറ്റാച്ച്മെന്റ് വന്നു, വിവാഹം കഴിച്ചു അല്ലേ. എല്ലാം തീർന്നു. സെന്റർ സെ സുൻകർ ബാഹർ ജാത്തെ ഹി ഖേൽ ഖത്തം ഹോ ജാത്തെ ഹി അല്ലേ. ബാബയുടെ അടുത്ത് വന്നിട്ട് ബാബയുടെ മുരളി കേട്ടിട്ട് പുറത്തു പോയി കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? മായയിൽ ചിലപ്പോൾ മയങ്ങിയിട്ട് എല്ലാം തീരുന്നു അല്ലെ. ഏകം മധുബൻ യഹാ ऐसा भी बहुत आते ही कहते हम जाकर सेंटर खोलेंगे അല്ലെ. ബാബ പറയാണ്, മധുബനിലും ധാരാളം കുട്ടികള് ബാബയുടെ അടുക്കിലേക്ക് വരുന്നു അല്ലെ. ആ കുട്ടികള് ചിലപ്പോ പറയും, ഞങ്ങൾ തിരിച്ചു പോയിട്ട് സെന്റർ തുറക്കും എന്ന് പറയും. ബാഹർ ജാക്കർ കുംഭോ ജാതി. പക്ഷേ പുറത്തു പോകുമ്പോഴേക്കും അല്ലെ, അവര് തിരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോ അവരുടെ അഡ്രസ് ഉണ്ടാവില്ല. तो यहाँ ज्ञान का गर्भ धारण करते बाहर जाने से नशा गुम हो जाता. ബാബ പറയാണ്, ബാബയുടെ ഈ ജ്ഞാനം ശ്രവിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ജ്ഞാനം ശ്രവിക്കുന്നു. അപ്പൊ ബാബ പറയാണ്, ജ്ഞാനത്തിന്റെ ഗർഭം ധരിക്കുകയാണ്. അപ്പൊ പുറത്തു പോയിട്ട് എന്താ ചെയ്യേണ്ടത്? ജ്ഞാനത്തിന്റെ മഴ പെയ്യിപ്പിക്കണം എന്ന് ബാബ പറയും. എന്ന് വെച്ചാല് മറ്റുള്ളവർക്ക് നമ്മൾ യുക്തിയായിട്ട് അല്ലെ, ആ അറിയിക്കുന്നവർക്ക്, അത് സ്വീകരിക്കുന്നവർക്ക് ഈ ജ്ഞാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ ബാബ പറയണ, പക്ഷെ ചില കുട്ടികള് എന്താണ്, മുരളി കേൾക്കുന്ന സമയത്ത് നല്ല ലഹരി ഉണ്ടാവും അല്ലെ. കാരണം ഗേറ്റിന്റെ പുറത്ത് ആരും നിൽപ്പുണ്ട്? മായ നിൽപ്പുണ്ട്. മായ എപ്പോഴും ഭഗവാനിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ആളാണ്. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി ഈശ്വരനിൽ നിന്നും നമ്മളെ അകറ്റും. നമ്മൾ ഈശ്വരനോട് അടുക്കുന്നത് ഒരിക്കലും ആർക്കും ഇഷ്ടമല്ല, മായക്ക് ഇഷ്ടമല്ല അല്ലെ. മായയാണ് നമ്മളെ, മായ രാവണനാണല്ലോ നമ്മളെ ജീവിത നരകത്തിലേക്കാക്കി മാറ്റിയത് അല്ലെ. മായ എന്ത് ചെയ്യും? വളരെ വർണ്ണപ്പകിട്ടാണ്, വളരെയധികം നമ്മളെ അട്രാക്ട് ചെയ്യും ഈ ലോകത്തിലേക്ക്. മനുഷ്യൻ ആ ആകർഷണങ്ങളിലും ലഭിച്ചിട്ട് പോകും. പക്ഷെ പോയിട്ട് എന്താ സംഭവിക്കുക അല്ലെ? കൊടിയ നരകത്തിലേക്കാണ് തള്ളിയിടുന്നത് മായ അല്ലെ. അത്രയും ദുഃഖത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടും. അതാണ് മായ. അപ്പൊ ബാബ പറയാണ്, ഇവിടെ ഇരുന്ന് കുട്ടികൾ ബാബയുടെ മുരളി കേൾക്കും അല്ലെ, മനസ്സിൽ ആത്മാവിൽ ജ്ഞാനം നിറയ്ക്കും. പക്ഷെ എന്നിട്ട് ഗേറ്റ് കടക്കുമ്പോഴേക്കും ചിലപ്പോ എന്തോ സോഡ വാട്ടറോ അല്ലെ, സോഡ കുപ്പിയിൽ ഇങ്ങനെ പൊങ്ങി വരില്ലേ ലഹരി. ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് അത്ര ലഹരി വരും. പക്ഷെ ഗേറ്റ് കടക്കുമ്പോഴേക്കും അത് സോഡ വാട്ടർ ആയിട്ട് മാറും. മായ ഓപ്പോസിഷൻ ബോത്ത് കർത്തി. കാരണം അതിന് കാരണക്കാർ എന്താണ്? കുട്ടികളല്ല. മായ കുട്ടികളുടെ നേരെ ഒരുപാട് ഓപ്പോസിഷൻ അല്ലെ. മായ കുട്ടികളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട്. മായാവി കർത്തി
वाह, तो इसने बाबा को भी पहचाना, फिर भी बाबा की याद नहीं करते, तो हम भी भूस मारेगी. അല്ലെ, മായ വിചാരിക്കും ചിലപ്പോ കുട്ടികൾ പുരുഷാർത്ഥത്തിൽ പുറകിലാണെങ്കിൽ മായ വിചാരിക്കുന്നത് എന്താണ്? മായ വിചാരിക്കും ഇവര് പരമാത്മാവിനെ തിരിച്ചറിഞ്ഞ് പരമാത്മാവിന്റെ കുട്ടിയാണ്, പക്ഷെ പരമാത്മാവിന്റെ ഓർമ്മയിൽ ഇരിക്കുന്നില്ല, ബാബയെ ഓർമ്മിക്കുന്നില്ല. എന്നാൽ ഞാനൊരു മുഷ്ടി ചുരുട്ടി ഒരു ഇടി കൊടുക്കാം എന്ന് പറഞ്ഞു. കാരണം വെച്ചാല് ഭഗവാനെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ മായക്ക് എളുപ്പത്തിൽ നമ്മുടെ അടുത്ത് വരാൻ പറ്റും. നമ്മൾ ഭഗവാനെ ഓർമ്മിക്കുന്ന കുട്ടികളാണ്, ശക്തിശാലി കുട്ടികളാണെങ്കിൽ മായക്ക് അത്ര പെട്ടെന്ന് നമ്മൾ മുഷ്ടി ചുരുട്ടി ഇടിക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മുടെ ശക്തിശാലികളാണല്ലോ. അപ്പോ ബാബ പറയാണ് അല്ലെ, മായ വിചാരിക്കും ഈ കുട്ടി ബാബയെ ഓർമ്മിക്കുന്നില്ല, ഞാൻ ഇപ്പൊ പോയി മുഷ്ടി ചുരുട്ടി ഒരു ഇടി കൊടുക്കാം. ऐसे नहीं कहो बाबा, आप माया से कहो हमको गुस्सा ना मारे. അപ്പൊ ബാബ പറയണ, കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ പറയരുത്. നിങ്ങള് മായയുടെ അടുത്ത് ബാബയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. ബാബ അങ്ങ് ചെന്നിട്ട് മായയോട് പറയൂ, ഞങ്ങളെ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ ഇടിക്കല്ലേ എന്ന് ബാബ മായയോട് പറയൂ എന്ന് ചെന്ന് പറയരുത്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കാതിരുന്നത് കൊണ്ടല്ലേ മായയുടെ ഇടി പേടിച്ചത്. യുദ്ധ മൈതാനേന. കാരണം കുട്ടികളെ ഇത് യുദ്ധ മൈതാനമാണ്. तो एक तरफ रावण की सेना, दूसरी तरफ राम की सेना. ഒരു ഭാഗത്ത് രാവണന്റെ സേനയാണ്, കാരണം നമ്മൾ രാവണ രാജ്യത്തിൽ നിന്നാണ് ബാബയുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. ഇത് രാവണ രാജ്യമാണ്, ഇവിടെ രാവണന്റെ സൈന്യം പ്രബലമാണ്. ഒരു ഭാഗത്ത് രാവണന്റെ സേന, മറുഭാഗത്ത് രാമന്റെ സേന. ബഹാദൂർ ബൻ രാം की तरफ जाना चाहिए. അല്ലെ, നല്ല സാഹസികരായിട്ട് നമ്മൾ രാമന്റെ സേനയിൽ ഉണ്ടായിരിക്കണം. ആസുരി സമ്പ്രദായ को ही ദേവി സമ്പ്രദായ बनाने का धंधा करना है. ആസുരീയ സമ്പ്രദായത്തെ ദൈവിക സമ്പ്രദായമാക്കി മാറ്റുവാനുള്ള ജോലി ചെയ്യണം. അതാണ് നമ്മുടെ കടമ. നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണ് അല്ലെ? ആസുരീയ സമ്പ്രദായത്തെ ദൈവിക സമ്പ്രദായമാക്കി മാറ്റുവാനുള്ള ജോലി ചെയ്യണം. जिस्मानी विद्या तुम जिनको पढ़ाएंगे जब तक वो पढ़कर बड़े हो तब तक विनाश भी सामने आएगा. പറയാണ്, നിങ്ങള് അല്ലെ കോളേജിലോ വിദ്യാലയത്തിലോ എവിടെയെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് അല്ലെ, നിങ്ങള് അവരെ പഠിപ്പിച്ച് വലുതാകുമ്പോഴേക്കും ഇവിടെ വിനാശം വരും. आसार भी तुम देख रहे. बाबा ने समझाया है दोनों क्रिश्चियन भाई भाई आपस में मिल जाए तो लड़ाई हो न सके, तो परंतु भावी ऐसे नहीं. അപ്പൊ ബാബ പറയാണ്, ഇന്ന് ക്രിസ്ത്യൻസിന്റെ അകത്ത് പോലും അവരുടെ ഉള്ളിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളുണ്ട്, വേർതിരിവുകളുണ്ട്. ബാബ പറയാണ്, അവരെല്ലാം സംഘടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഴുവൻ ലോകത്തും അവർക്ക് രാജ്യം ഭരിക്കാൻ പറ്റും. അവരെല്ലാവരും ശരിക്കും ഒരുമിച്ച് സംഘടിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ലോകത്തെ കീഴടക്കാൻ, വിശ്വത്തെ കീഴടക്കാൻ പറ്റും. പക്ഷെ അവര് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവര് അത്രയും ഒരുമിച്ചാലും അവരുടെ തമ്മിലുള്ള വഴക്കുകൾ ഉണ്ടാവില്ല. പക്ഷെ ജാമയുടെ ഭാവി അതല്ല. उनको समझ में ही नहीं आता है. अब तुम बच्चे योग बल से राजधानी स्थापन कर रहे हैं. അവർക്കത് മനസ്സിലാക്കുന്നത് പോലും ഇല്ല. അവരെ എന്തായാലും തമ്മിൽ അടിക്കും, അതുകൊണ്ട് അവരൊരിക്കലും ഒരുമിക്കത്തില്ല. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികള് യോഗ ബലത്തിലൂടെ സ്വർഗ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏക ശിവശക്തി സേന, നമ്മുടേത് ശിവശക്തി സേനയാണ്. जो शिव बाबा से भारत का प्राचीन ज्ञान और योग सीखकर ഭാരത് को हीरे जैसा बनाते हैं. ശിവബാബയിൽ നിന്നും ഭാരതത്തിന്റെ പ്രാചീന ജ്ഞാനവും യോഗവും പഠിച്ച് ഭാരതത്തെ ഭദ്ര സമാനമാക്കി മാറ്റുകയാണ്. ബാബ കൽപ के बाद ही आकर पतितों को पावन बनाते हैं. ബാബ ഓരോ കൽപ്പത്തിന് ശേഷം, അതായത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം കഴിയുക, അതാണ് ഒരു കൽപ്പം. ഓരോ കൽപ്പത്തിന് ശേഷവും ബാബ വന്നിട്ട് പതിതരെ പാവനമാക്കി മാറ്റും. ഓരോ കലിയുഗ അന്ത്യത്തിലും ബാബ വരും. തും അബ് രാവൺ കി ജയിൽ മേ ഹോ, നിങ്ങൾ കുട്ടികള് ഈ രാവണന്റെ ജയിലിലാണ്. ശോകവാടികാമേ ഹോ, ശോകവാടികയിലാണ്. സബ് ദുഃഖി ഹോ, എല്ലാവരും ദുഃഖികളാണ്. ഫിർ രാം ആക്കർ സബ്കോ ചുടായി അശോക് വാടിക സ്വർഗ്ഗമേ ലേ ജാത്തെ ഹെ. രാമൻ വന്നിട്ട് എല്ലാവരെയും രക്ഷിച്ച് അശോക വാടികയിലേക്ക്, ഈ ശോകവാടികയിൽ നിന്ന് അല്ലെ ബാബ വന്നിട്ട് എല്ലാവരെയും രക്ഷിച്ച് അശോക വാടികയിലേക്ക്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണ്. ശ്രീമദ് कहती है कांटों को फूल मनुष्य को देवता बनाओ. ഇവിടെ ശ്രീമദ് നമ്മളോട് പറയാണ്, ആളുകളെ പുഷ്പങ്ങളാക്കി മാറ്റൂ, മനുഷ്യനെ ദേവതയാക്കി മാറ്റൂ. തും മാസ്റ്റർ ദുഃഖഹർത്ത സുഖകർത്താവ്. കുട്ടികൾ ആരാണ്? മാസ്റ്റർ ദുഃഖഹർത്താവും സുഖകർത്താവുമാണ്. യഹി ധന്ദ കർണ ചെയ്യും.
ഇവിടെ കുട്ടികള് ഈ ബിസിനസ് ചെയ്യും. ശ്രീമത് പർ ചലനെ സേ ഹി തും ശ്രേഷ്ഠ ബനെ. ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കുന്നതിലൂടെ മാത്രമാണ് കുട്ടികൾ ശ്രേഷ്ഠരായി മാറും. ബാബ് തോ റായ് ദേത്തെ ഹി, ബാബ കുട്ടികൾക്ക് അല്ലെ നിർദ്ദേശങ്ങൾ നൽകാണ്. അപ്പൊ ബാബ് കഹത്തെ ഹി അർജി ഹമാരി മർജി ആപ്. അല്ലെ ബാബ കുട്ടികൾക്ക് മാർഗദർശനങ്ങൾ നൽകാണ്, നിർദ്ദേശങ്ങൾ നൽകാണ്. പിന്നെ അല്ലെ ബാബ കുട്ടികൾക്ക് നൽകുന്ന കുട്ടികളുടെ ഇഷ്ടമാണ്. അച്ഛാ മേട്ടെ മിട്ടെ സിക്കിലത്തെ ബच्चों को भी माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, सर्विसेबल बनने के लिए अंदर बाहर साफ बनना है. ബാബ പറഞ്ഞു സർവീസബിൾ ആയിട്ടുള്ള കുട്ടികളാകാൻ ഉള്ളിലും പുറത്തും നിങ്ങൾ വളരെ ശുദ്ധരാകണം, അല്ലെ ശുദ്ധതയുള്ളവരാകണം. മുഖസെ ബഹുത്ത് മീठे बोल बोलने, മുഖത്ത് നിന്ന് എപ്പോഴും വളരെ മധുരമായ വാക്കുകളെ വരാൻ പാടുള്ളൂ. ദേഹസഹിത ദേഹ സബ് സംബന്ധോ സെ ബുദ്ധിയോ ഘട്ടാനാ ഹെ, സംഘ സെ അപ്നി സംഭാൽ കർണി ഹെ. ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളിൽ നിന്നും ബുദ്ധി യോഗത്തെ അകറ്റണം. ബാബ പറയാണ് അല്ലെ ലോകത്തിലെ കൂട്ടുകെട്ടുകളിൽ നിന്നും സ്വയത്തിനെ സംരക്ഷിക്കണം. അല്ലെ കൂട്ടുകെട്ടുകളിൽ നിന്നും കൂട്ടുകെട്ടുകൾക്ക് നമ്മുടെ പ്രഭാവം ഉണ്ടാകണം, അവരുടെ പ്രഭാവം നമ്മളിൽ ഉണ്ടാകരുത്, നെഗറ്റീവ് പ്രഭാവം ഉണ്ടാകരുത്. സെക്കൻഡ് പോയിന്റ്, ബാബ് സമാൻ മാസ്റ്റർ ദുഃഖഹർത്ത സുഖകർത്ത ബന്നാൻ. ബാബയ്ക്ക് സമാന കുട്ടികൾ ആരാകണം? ദുഃഖഹർത്താവും സുഖകർത്താവും. ദുഃഖങ്ങളെ ഹരിക്കണം, അല്ലെ സുഖം നൽകണം. മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ ഹരിക്കണം, അല്ലെ ദുഃഖങ്ങളെ ഹരിക്കുന്നവരാണ് ബാബ. സുഖം നൽകുന്നവരാണ്, സദാ സുഖം നൽകും. റുഹാനി സേവാക്ക് സച്ചി കമായി കർ, ആത്മീയ സേവനം ചെയ്ത് സത്യമായ സമ്പാദ്യം സമ്പാദിക്കണം. റുഹാനി ബാബ് മത് പർ റുഹാനി സോഷ്യൽ വർക്കർ ബന്നാൻ. ആത്മീയ അച്ഛന്റെ ശ്രീമത്തിലൂടെ ആത്മീയ സോഷ്യൽ വർക്കറായിട്ട് മാറും. वरदान, मैं और मेरा बाबा इस विधि द्वारा जीवन मुक्त स्थिति का अनुभव करने वाले सहजयोगी भव. ഞാനും എന്റെ ബാബയും ഈ വിധിയിലൂടെ ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന സഹജയോഗി ഭവ. ഞാനും എന്റെ ബാബയും ഈ വിധിയിലൂടെ ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന സഹജയോഗി ഭവ. ബ്രാഹ്മൺ ബന്ന അർത്ഥാത് ദേഹ സംബന്ധ और साधनों के बंधन से मुक्त होना. ബ്രാഹ്മണനാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദേഹം, സംബന്ധം, സാധനങ്ങൾ, ഇതിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തമാകുക. ബന്ധനത്തിൽ നിന്ന് മുക്തമാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെ അതായത് ശരിക്കും എന്താണ്, ഇപ്പൊ ഈ ദേഹത്തിനോട് നമുക്ക് ഭയങ്കര ടു മച്ച് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ബന്ധനമാകും, അല്ലെ? അതേപോലെ തന്നെയാണ് ദേഹ സംബന്ധങ്ങളിൽ നമുക്ക് ടു മച്ച് അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അത് നമുക്ക് ബന്ധനം തന്നെയാണ്, അല്ലെ? അപ്പൊ അല്ലെ അതുപോലെ വസ്തുക്കളും വൈഭവങ്ങളോടും ഒക്കെ. അപ്പൊ എന്തെല്ലാം നമ്മുടെ ഇതുണ്ടോ എന്റേതിനോട് നമുക്ക് അമിതമായിട്ടുള്ള ആ ഒരു എന്താ പറയാ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ബന്ധനം തന്നെയാണ്. കാരണം അത് ബാബ എന്തുകൊണ്ടാ പറയുന്നേ? കാരണം നമ്മള് ദേഹം വിട്ട് പോകുന്ന സമയത്ത് അല്ലെ ഈ ശരീരമാകുന്ന ഉടുപ്പ് ഒരു നിസ്സാരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പോകാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എത്രമാത്രം അല്ലെ അറ്റാച്ച്ഡ് ആണ്, ഡിപ്പെൻഡഡ് ആണ്, അല്ലെ അത്രമാത്രം ടു മച്ച് അറ്റാച്ച്മെന്റിലാണ് നമ്മളെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് സാധിക്കില്ല. ദേഹം വിട്ടു പോകാൻ അത്ര ഈസി ആയിട്ട് ഒരിക്കലും സാധിക്കില്ല, അല്ലെ? അപ്പൊ പിന്നീട് നമ്മൾ ദേഹം വിട്ടുപോയാൽ ഒരുപാട് നമ്മൾ വേദനിക്കും, ഒരുപാട് നമ്മൾ മാനസിക സംഘർഷം അനുഭവിക്കും, ഒരുപാട് നമ്മൾ ദുഃഖിക്കും, അല്ലെ? അപ്പൊ ബാബ നമ്മളോട് എന്താ പറയുന്നേ? കുട്ടികളെ, നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോഴും നിങ്ങൾക്ക് ഡിറ്റാച്ച്മെന്റ് ആൻഡ് ലവ് എന്നുള്ളത് സാധിക്കും. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിസ്വാർത്ഥത. അതാണ് ഡിറ്റാച്ച്മെന്റ്, അല്ലെ? സ്നേഹിയായിരിക്കുക എന്ന് വെച്ചാല് നമ്മൾ എപ്പോഴും നമ്മുടെ ബന്ധങ്ങളില് പകരുന്ന സ്നേഹം ബാബയുടെ സ്നേഹം, പരമാത്മ സ്നേഹം. അവരെല്ലാം പരമാത്മാവിന്റെയാണ്, അല്ലെ? താൽക്കാലികമായിട്ട് അല്ലെ അവർ നമ്മുടെ കൂടെ ഉള്ളതാണ്, പക്ഷെ ശാശ്വതമായിട്ട് അവർ നമ്മുടെ കൂടെ ഉള്ളവരല്ല, അല്ലെ? ഒന്നില്ലെങ്കിൽ നമ്മൾ അവർക്ക് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവർ നമുക്ക് നഷ്ടപ്പെടുന്നതാണ് ഒരു കാലത്ത്. അപ്പൊ അതുകൊണ്ട് അത് എന്നും ശാശ്വതമല്ല. അപ്പൊ ശാശ്വതമല്ല എങ്കിൽ അത് ഭഗവാന്റെയാണ്. എപ്പോഴും നമുക്ക് എന്ത് ഓർമ്മ വേണം?
എന്തെല്ലാം വസ്തുക്കളുണ്ടോ, സാധനങ്ങളുണ്ടോ, വ്യക്തിബന്ധങ്ങളുണ്ടോ, എന്തെല്ലാം കൊണ്ട് നമ്മുടെ ഗൃഹസ്ഥത്തിന് നമ്മുടെ ദേഹസഹിതം അല്ലെ, നമ്മുടെ ശരീര സഹിതം എല്ലാം ഭഗവാന്റേതാണ്, ഭഗവാൻ നൽകിയതാണ്. അത് നമ്മുടേതല്ല, ഭഗവാൻ നൽകിയതാണ് അല്ലെ. പക്ഷെ ഭഗവാൻ നമ്മുടെ കർത്തവ്യമാണ് അത് സംരക്ഷിക്കുക അല്ലെ. ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോ അവർക്ക് നമ്മൾ ആ ഈശ്വരന്റെ സ്നേഹം പകർന്നു നൽകുന്നവരായിട്ട് മാറണം. അതായത് എന്താണ്, സത്യമായിട്ടുള്ള സ്നേഹം, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നമ്മൾ അവരിലേക്ക് പകരണം. പക്ഷെ എന്താണ്, ആ ബന്ധങ്ങളോ ആ വസ്തുക്കളോ ഈ സ്വന്തം ശരീരം പോലും നമുക്ക് നമ്മുടെ ബന്ധനമായിട്ട് മാറരുത്. കാരണം ശരീരം പോലും ബാബയുടേതാണ്, ബാബ നൽകിയതാണ്, ബാബയുടേതാണ്. അപ്പം മറ്റൊരാളുടെ വസ്തു നമ്മളിപ്പോ താൽക്കാലികമായിട്ട് മേടിച്ചിരിക്കുകയാണ്. മറ്റൊരാളുടെ വസ്തു നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ മേടിച്ചിരിക്കുകയാണ് എങ്കിലും നമ്മളത് എങ്ങനെ സംരക്ഷിക്കുക അല്ലെ. വളരെ വിലപ്പെട്ട ഒരു വസ്തുവാണ് നമ്മൾ നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്, നമ്മളുടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി. അപ്പൊ നമ്മളത് മേടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഏറ്റവും കെയർഫുൾ ആയിട്ടല്ലേ സംരക്ഷിക്കുന്നത്. വളരെ സൂക്ഷിച്ചാണ് നമ്മളത് ഉപയോഗിക്കുക. കാരണം അത് അവർക്ക് അതേപോലെ അതിനൊന്നും പറ്റാതെ തിരിച്ചു കൊടുക്കണം അല്ലെ. അതേപോലെ നമ്മുടെ ചുറ്റുള്ള ബന്ധങ്ങളും അല്ലെ, അതേപോലെ നമ്മുടെ ശരീരവും വസ്തുവൈഭവങ്ങളും എല്ലാം ബാബ നൽകിയിട്ടുള്ളതാണ് അല്ലെ. അത് ബാബയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്, അല്ലെ ബാബ നൽകിയിട്ടുള്ളതാണ്. പരമാത്മ അല്ലെ, ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ളതാണ്. ആ ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഉടമസ്ഥൻ ഈശ്വരനാണ് അല്ലെ, ഇതൊന്നും എന്റേതല്ല എന്നുള്ള ഓർമ്മ നമുക്ക് വേണം. എന്റെ ബാബ എന്റെയാണ് അല്ലെ. ബാബ നമ്മളോട് പറയും, നിങ്ങൾ ട്രസ്റ്റിയാണ്, സംരക്ഷകനാണ് എന്ന് നിങ്ങൾ വിചാരിക്കണം എന്നൊക്കെ ബാബ നമ്മളോട് പറയും. പക്ഷേ അങ്ങനെ നമ്മൾ ട്രസ്റ്റി ആണെന്ന് വിചാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളോട് ബാബ അങ്ങനെ പറഞ്ഞാലും എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. മനസ്സുകൊണ്ടല്ലേ നമ്മളോട് അങ്ങനെ ആകാൻ പറയുന്നത് അല്ലേ. അപ്പൊ എല്ലാം നമ്മൾ ബാബയ്ക്ക് കൊടുത്തു. ബാബ നമ്മുടെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ബാബയെയും കിട്ടി, അവരെല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആ ബാബയുണ്ട്, അവരുണ്ട് അല്ലെ. പക്ഷെ നമ്മുടെ മനസ്സിന് ബാബയ്ക്ക് കൊടുത്തിരിക്കുക. അപ്പൊ ബാബ ഒരിക്കലും നമുക്ക് അവരെ അതൊന്നും വേണ്ടാന്ന് പറയുന്നില്ല. എല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ മനസ്സുകൊണ്ട് നമ്മളോട് എങ്ങനെയായി തീരാൻ പറയുന്നു? എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ഈശ്വരനാണെന്നുള്ള ആ ഓർമ്മ നമ്മൾ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലെ. നമ്മളും ബാബയുടെയാണ്, അവരും ബാബയുടെയാണ് എന്നുള്ള ഓർമ്മ. അപ്പൊ ബാബ പറയാണ്, അപ്പൊ കുട്ടികൾക്ക് ബന്ധനത്തിൽ നിന്ന് മുക്തരാകാൻ സാധിക്കും. ദേഹ സംബന്ധിയൊക്കെ സംബന്ധ നഹി ലേക്കിൻ ആത്മിക സംബന്ധ. ദേഹത്തിന്റെ സംബന്ധികൾക്ക് ശരിക്കും ദേഹത്തിന്റെ സംബന്ധങ്ങളിൽ അല്ലെ എന്താണ് സംബന്ധ നഹി ആത്മിക സംബന്ധം. നമ്മുടെ ദേഹ സംബന്ധങ്ങളോട് അല്ലെ, ദേഹത്തിന്റെ സംബന്ധങ്ങളായിട്ടല്ല അവരെ നമ്മൾ കാണേണ്ടത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ആത്മീയ സംബന്ധത്തിലാണ് കാണേണ്ടത്. അവരും പരമാത്മാവിന്റെ കുട്ടിയാണ്, നമ്മളും പരമാത്മാവിന്റെ കുട്ടിയാണ്. അപ്പൊ ആത്മീയ സംബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കണം. യദി കോയി കിസി കെ വശ് പരവശോ ജാതി ഹെ തോ ബന്ധൻ ഹെ അല്ലെ. ബാബ പറയാണ്, പക്ഷെ നമ്മുടെ അടിമത്വം ഉണ്ടെങ്കിൽ ബാബ പറയാണ് അല്ലെ, അത് ബന്ധനമാണ്. അടിമത്വം എന്ന് പറയുന്നത് ബന്ധനമാണ്. ബ്രാഹ്മൺ അർത്ഥാത് ജീവൻ മുക്തി. ബ്രാഹ്മണ കുട്ടികൾ ആരായിരിക്കണം? ജീവൻ മുക്തരായിരിക്കണം. ജബ് തക് കർമ്മേന്ദ്രിയോ കാ ആധാർ ഹെ തബ് തക് കർമ്മ തോ കർണ ഹി ഹെ അല്ലെ. ഈ കർമ്മേന്ദ്രിയങ്ങൾ ഉള്ളിടത്തോളം നമുക്ക് കർമ്മം ചെയ്തേ മതിയാകൂ. ലേക്കിൻ കർമ്മബന്ധൻ. അപ്പൊ ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ കർമ്മബന്ധനത്തിലേക്ക് വരാൻ പാടില്ല അല്ലെ. അപ്പൊ കർമ്മേന്ദ്രിയങ്ങൾ ഉള്ളിടത്തോളം നമ്മൾ കർമ്മം ചെയ്യണം. പക്ഷെ നമ്മൾ ഒരിക്കലും കർമ്മബന്ധനത്തിലേക്ക് വരാൻ പാടില്ല. കർമ്മം നമ്മുടെ സംബന്ധമായിരിക്കണം. കർമ്മം ബന്ധനമാക്കരുത്. കർമ്മം ബന്ധനമാക്കുമ്പോൾ നമ്മൾ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. കർമ്മം സംബന്ധമാകണം എന്നാണ് ബാബ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. ബാബയുടെ ഓർമ്മയില് അല്ലെ, ബാബയുടെ ശ്രീമത്തിലൂടെ കർമ്മങ്ങൾ ചെയ്യണം. സദാ സഫലത മുക്തത. ആരാണ് ബന്ധനങ്ങൾ ഇല്ലാതെ മുക്തരായിരിക്കുന്നത് അല്ലെ, ആന്തരികമായിട്ട് മനസ്സുകൊണ്ട് മുക്തരായിരിക്കുന്ന കുട്ടികൾ സദാ സഫലത മുക്തികളാണ്. സഹജ സാധന ഹേ മേയോർ മേന ബാബ അല്ലെ. ബന്ധനമുക്തമാകാനുള്ള സഹജമായ സാധന എന്താണ്? ഞാനും എന്റെ ഭാവി അല്ലെ, ഞാനും എന്റെ ഭാവി. യഹി യാദ് സഹജ യോഗി സഫലത മൂലം ബന്ധനമുക്ത ബനദേവി. ഈ ഓർമ്മ നമ്മളെ സഹജ യോഗിയാക്കുന്നു, സഫലതാ മൂർത്തിയാക്കുന്നു, ബന്ധനമുക്തരാക്കി മാറ്റുന്നു. സ്ലോഗൻ मैं और मेरापन की अलायों को समाप्त करना ही रियल गोल्ड बनना है.
ഞാൻ എന്റെ എന്നുള്ള കലർപ്പുകളെ അല്ലെ കളയണം. അല്ലെ ഭഗവാൻ പറയുന്നത് ഞാൻ എന്റെ എന്ന് പറയുന്നത് കലർപ്പുകളാണ്. ആ കലർപ്പുകളെ സമാപ്തമാക്കുമ്പോൾ നമ്മൾ ആരെയാകും? ഒറിജിനൽ തങ്കമാകും, റിയൽ ഗോൾഡാണ്. അപ്പൊ നമ്മൾ ഒറിജിനൽ തങ്കമായിട്ട് മാറുന്നത് ഞാൻ എന്റെ എന്നുള്ള സ്വാർത്ഥ ഭാവങ്ങളുടെ കലർപ്പുകളെ കളയുന്നത് സമാപ്തമാകും. മാതേശ്വരിജിയുടെ അമൂല്യമായ മഹാവാക്യങ്ങൾ. ये जो मनुष्य गीत गाते हैं वो गीता के भगवान आप भजन निभाने आ जाओ. അല്ലെ മനുഷ്യരെ പാടുന്നുണ്ട്, ഗീതയുടെ ഭഗവാനെ അങ്ങ് അങ്ങയുടെ വാക്ക് അല്ലെ അങ്ങ് പറഞ്ഞ വാക്ക് പാലിക്കുവാനായിട്ട് ഇവിടേക്ക് വരൂ. അല്ലെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാൻ വരുന്നു പറയുന്നില്ലേ, അങ്ങയുടെ വാക്ക് പാലിക്കാനായിട്ട് ഇവിടേക്ക് വരൂ. അപ്പൊ ഓ സ്വയം ഗീതാ കാ ഭഗവാൻ അപ്നാ കൽപ്പ് പേലെ വാല ഭജൻ പാലൻ കർണേ കെ ലിയെ ആയി. ഇപ്പോൾ സ്വയം ഗീതയുടെ ഭഗവാൻ അല്ലെ തന്റെ കൽപ്പം മുമ്പുള്ള ആ വാക്ക് പാലിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. कहते हैं हे बच्चे, जब भारत पर अधिक धर्मग्लानि होती है तब मैं इसी समय अपना अंजाम पालन करने वायदे निभाने के लिए अवश्य आता हूं. ബാബ പറയാണ്, ഹേ കുട്ടികളെ, ഈ ഭാരതത്തില് അതിധർമ്മഗ്ലാനി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ആ വാക്ക് ബാബ കുട്ടികൾക്ക് നൽകിയ വാക്ക് പാലിക്കുവാനായിട്ട് ബാബ തീർച്ചയായിട്ടും ഈ സൃഷ്ടിയിലേക്ക് വരുന്നു. अब मेरे आने का यह मतलब नहीं कि मैं कोई युगे युगे आता. അല്ലെ ബാബ പറയാണ്, ഞാൻ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ യുഗങ്ങളിൽ ഇവിടേക്ക് വരുന്നില്ല. സഭി യുഗമേ कोई ധർമ്മഗ്ലാനി नहीं हो. എല്ലാ യുഗങ്ങളിലും ധർമ്മഗ്ലാനി ഇല്ല. ഇപ്പൊ സത്യത്തിലും ധർമ്മഗ്ലാനി ഇല്ല, ത്രേതായുഗത്തിലും ധർമ്മഗ്ലാനി ഇല്ല, ദ്വാപരയുഗത്തിലും ധർമ്മഗ്ലാനി തുടങ്ങും. എന്നാലും അവിടെ ബാബ മഹാത്മാക്കളെയും ധർമാത്മാക്കളെയും അയച്ചുകൊണ്ടിരിക്കും. കലിയുഗാന്ത്യത്തിലെ ധർമ്മഗ്ലാനി വളരെയധികം വർദ്ധിച്ചു. ഓരോ കലിയുഗ ഫിർ കൽപ്പ കൽപ്പ ആത്താ ഹി. അല്ലെ ബാബ വരുന്നത് കൽപ്പകൽപ്പമാണ്, യുഗങ്ങളിലാണ്. ഓരോ കൽപ്പത്തിലും ബാബ ഒരിക്കൽ വരും. കൽപ്പകൽപ്പ ആത്താ ഹി കൽപ്പമേ ഫിർ ചാർ യുഗ ഹെ. ബാബ തീർച്ചയായിട്ടും കൽപ്പകൽപ്പം ഈ സൃഷ്ടിയിലേക്ക് വരുന്നു. ഒരു കൽപ്പത്തിൽ 4 യുഗങ്ങളുണ്ട്. ഒരു കൽപ്പ കൽപ്പ 4 യുഗങ്ങൾ ചേർന്നതിനെയാണ് കൽപ്പം എന്ന് വിളിക്കുന്നത്. ആദാ കൽപ്പ സത്യയുഗ, ത്രേത സദോഗുൺ സദോപ്രധാൻ. അരകൽപ്പകാലം സത്യയുഗം ത്രേതായുഗം വളരെ സദോഗുണിയാണ്, സദോ പ്രധാനമാണ്. വഹാ പരമാത്മാക്കെ അനിക്ക് പോയി സർവജ്ഞ. സത്യയുഗ ത്രേതായത്തിലേക്ക് പരമാത്മാവിന് വരേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അച്ഛൻ മക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും പറഞ്ഞ വീടുണ്ടാക്കി കൊടുത്ത പോലെയാണ്. അല്ലേ, ദുഃഖങ്ങളില്ലാത്ത, മരണഭയമില്ലാത്ത, അല്ലെ വിഷമങ്ങളോ വേദനകളോ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ അല്ലെ കഠിനാധ്വാനം ഒന്നുമില്ലാത്ത ലോകത്തിലേക്കാണ് ബാബ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അവിടെ പിന്നെ ബാബ വരേണ്ട ആവശ്യം. പരമാത്മാ തീന യുഗമേ ആത്താഹിനി. ഇതിന്റെ തെളിവാണ് പരമാത്മാവ് മറ്റൊരു യുഗങ്ങളിലും വരുന്നില്ല. ബാക്കി രേഖ കലിയുഗം ഉൻകെ അന്തമേ അതിധർമ്മഗ്ലാനി. അവശേഷിക്കുന്നത് കലിയുഗമാണ്. അല്ലെ കലിയുഗത്തിന്റെ അന്ത്യത്തിലാണ് ഏറ്റവും കൂടുതൽ ധർമ്മഗ്ലാനി സംഭവിക്കുന്നത്. അഭി സമയ പരമാത്മാ ആയെ അധർമ്മ വിനാശകർ സത്യധർമ്മ സ്ഥാപനം. സൃഷ്ടിയുടെ അന്ത്യത്തിൽ, കലിയുഗ അന്ത്യത്തിൽ പരമാത്മാവ് വന്നിട്ട് അല്ലെ അധർമ്മത്തിന്റെ വിനാശം ചെയ്ത് സത്യധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. അഗർ ദ്വാപർ മേ ആയാ ഹോത്താ ഫിർ ദ്വാപർ കെ ബാദ് സത്യയുഗ ഹോനാ ചാഹിയേ യാ കലിയുഗ്. അഥവാ ദ്വാപരയുഗത്തിൽ പരമാത്മാവ് വന്നിട്ടുണ്ട് എങ്കിൽ ദ്വാപര യുഗത്തിന് ശേഷം ഇവിടെ വരേണ്ടത് സത്യയുഗല്ലേ. ഭഗവാൻ അല്ലെ അധർമ്മത്തിനെ ഇല്ലാതാക്കാൻ വരുന്നതാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ദ്വാപരയുഗത്തിൽ വന്നിരുന്നെങ്കിൽ ഇത്രയും അധർമ്മം നിറഞ്ഞ കലിയുഗം എങ്ങനെയാ വരുന്നത്? ഒരിക്കലും വരില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴാണോ ലോകം തീർത്ഥ നരകമായി തീരുന്നത്, അധർമ്മം അത്രയേറെ കൊണ്ട് വർദ്ധിക്കുന്നത്, അപ്പോഴാണ് ഭഗവാൻ എല്ലാവരെയും അയച്ചു. അല്ലെ ആ കാലം എല്ലാം കഴിഞ്ഞ് സൃഷ്ടി ഏറ്റവും പഴഞ്ചനായി തീർന്നു. അപ്പോഴാണ് ഭഗവാൻ ഈ സൃഷ്ടിയിലേക്ക് വരേണ്ടി വരുന്നത്. അതാണ് ഭഗവാൻ ഈ സൃഷ്ടിയിലേക്ക് വന്നതിന് ശേഷം കലിയുഗത്തിന് ശേഷം ഇവിടെ സത്യുഗം വരണം. പരകൽപ്പകാലം ഈ ഭൂമി സ്വർഗമാണ്. ऐसे नहीं कहेंगे परमात्मा ने घोर कलियुग की स्थापना की. അല്ലെ ഭഗവാൻ ഒരിക്കലും ഘോരമായ കലിയുഗത്തിന്റെ സ്ഥാപനയല്ല ചെയ്തു. अब ये तो बात नहीं हो सकती, इसलिए परमात्मा कहते हैं मैं एक हूँ और एक ही बार आइए
अधर्म अथवा कलियुग का विनाश कर सत्य की स्थापന करता हूं. ഇവിടെ ബാബ പറയാണ് കുട്ടികളെ, അതായത് പരമാത്മാവ് പറയാണ്, ഞാൻ ഒന്നേയുള്ളൂ, ഞാൻ ഒരിക്കൽ മാത്രമാണ് അധർമ്മം നിറഞ്ഞ ഈ കലിയുഗത്തിന്റെ വിനാശം ചെയ്ത് സത്യയുഗത്തിന്റെ സ്ഥാപന ചെയ്തു. तो मेरे आने का समय അതുകൊണ്ട് ഞാൻ ഈ സൃഷ്ടിയിലേക്ക് വരുന്ന സമയം സംഗമയുഗമാണ്. കലിയുഗത്തിന്റെ അന്ത്യവും സത്യത്തിന്റെ ആദി രണ്ടിന്റെ ഇടയ്ക്കുള്ള സംഗമയുഗം. നരകവും സംഘവും സംഗമിക്കുന്ന സംഗമയുഗം, ആത്മാവും പരമാത്മാവും സംഗമിക്കുന്ന സംഗമയുഗം. അപ്പോഴാണ് ബാബ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. ഓം ശാന്തി. बेहद का सुख मिला है प्रभु आपकी कृपा से, खुशियों से मन खिला है प्रभु आपकी कृपा से। जीने का मर्म देकर जीना हमें सिखाया, हमको तो अपने ही हमसे है मिलाया। जीवन नया मिला है प्रभु आपकी कृपा से, बेहद का सुख मिला है प्रभु आपकी कृपा से। ढूंढते थे मिल जाओ सच